അരുൺ, ഏകദേശം 20ഓളം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പഞ്ചാബിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇപ്പോൾ ഡൽഹി കേരള ഹൗസിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സാഹചര്യം മോശമാകുന്നൊരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ ഇല്ലാതാകുമോ, ബ്ലോക്ക് ആകുമോ എന്നൊരു ആശങ്കയിൽ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നാട്ടിലേക്ക് പുറപ്പെടാനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. നിരവധി വിദ്യാർത്ഥികൾ ഇന്നലെയെല്ലാം അവിടെ നിന്നും നാടുകളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ജലന്ധറിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഡൽഹി കേരള ഹൗസിൽ എത്തിയിരിക്കുന്നത്. ഇവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളാണ്. ജലന്ധറിൽ വിവിധ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങൾ എപ്പോഴാണ് ഇങ്ങോട്ട് എത്തിയത്? ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ഡൽഹിയിലോട്ട് എത്തുന്നത്. ഇന്നലെ വൈകിട്ട് ഇറങ്ങിയതാണ് അവിടുന്ന്. ഇന്ന് രാവിലെയാണ് എത്തുന്നത്. ഞങ്ങൾ ടാക്സി പിടിച്ച് ഡൽഹിയിലെത്തി. ഇപ്പോൾ ഇവിടെ എത്തി. എന്താണ് അവിടെ സാഹചര്യം നിങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത്? അവിടെ ഈ മിസൈൽസിൻ്റെയും ഡ്രോൺസ് എക്സ്പ്ലോഷൻസ് എന്തൊക്കെയോ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ്സിലൊക്കെ. അപ്പോൾ ചിലതൊക്കെ ഫേക്കായിട്ടുള്ളതുണ്ട്, ജെന്യുവൻ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം പാനിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻസാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും പാനിക്കായിട്ട് ഓടുവാണ് നാട്ടിലോട്ട്. അപ്പോൾ അവിടെ ലോക്കാവാതെ പെട്ടെന്ന് പോവാണ് ആ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത്.